ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ നാം പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ഈശോയോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഈശോ മിശിഹായോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. അവിടുന്ന് ഈശോ മിശിഹായിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കുവാനാണ് ഇപ്രകാരം ചെയ്തത്. സ്നേഹമുള്ളവരെ, വചനം പറയുക, അവിടുന്ന് ഈശോ മിശിഹായിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കുവാൻ. ദൈവത്തിൻ്റെ കൃപ അപരിമേയമാണ് എന്ന് ദൈവം തൻ്റെ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. നാം പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ മഹത്തായ കരുണയാൽ, ദൈവത്തിൻ്റെ മഹത്തായ കൃപയാൽ നാം രക്ഷിക്കപ്പെടുകയും ആ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ അത് അപരിമേയമാണ് എന്ന വചനം നമുക്ക് പറഞ്ഞു തരികയും പരിമിതിയില്ലാത്തതാണ് എന്ന്, അതിരുകളില്ലാത്തതാണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയും അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിൻ്റെ പരിമിതികളോ, നിന്റെ ജീവിതത്തിൻ്റെ കുറവുകളോ, നിന്റെ പാപത്തിൻ്റെ ആധിക്യമോ ഒന്നും ദൈവത്തിൻ്റെ കൃപയ്ക്ക്, ദൈവത്തിൻ്റെ കരുണയ്ക്ക് നിന്റെ ജീവിതത്തിൽ ഇടപെടുവാൻ തടസ്സമല്ല. ദൈവത്തിൻ്റെ കൃപയ്ക്ക് കുറവ് വരുന്നില്ല എന്ന് വചനം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരരെ, ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് വചനം പറഞ്ഞു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ രക്ഷയെന്ന് പറയുന്നത് നാം നേടിയെടുത്തതല്ല. നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ, നമ്മുടെ പരിശ്രമം കൊണ്ടോ, നമ്മുടെ ആത്മീയമായ അധ്വാനങ്ങൾ കൊണ്ടോ, പ്രായശ്ചിത്തങ്ങൾ കൊണ്ടോ ഒന്നും നാം നേടിയെടുത്തതല്ല. വിശ്വാസം വഴി കൃപയാല നാം രക്ഷിക്കപ്പെട്ടത്. നാം ഒന്ന് മാത്രം ചെയ്താൽ മതി, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കണം, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കണം. ഒരിക്കലും ഒരു സാഹചര്യത്തിലും ഒരു സന്ദർഭത്തിലും എൻ്റെ പ്രാർത്ഥന കൊണ്ട്, എൻ്റെ കഴിവുകൾ കൊണ്ട്, എൻ്റെ ചില യോഗ്യതകൾ കൊണ്ട്, എൻ്റെ ചില പുണ്യപ്രവർത്തികൾ കൊണ്ട്, എൻ്റെ ചില നന്മപ്രവർത്തികൾ കൊണ്ട് ഞാൻ ഇന്ന് നേടിയെടുത്തിരിക്കുന്ന ആത്മീയ നന്മകളും ആത്മീയ ഔന്നത്യങ്ങളും ഒക്കെ ഞാൻ നേടിയെടുത്തതാണ് എന്ന് ഒരിക്കലും, ഒരു കാരണവശാലും, ഒരു സാഹചര്യത്തിലും ഒരാൾ പോലും ചിന്തിക്കാതിരിക്കട്ടെ. വചനം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരികയും അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവതന ദാനമാണ്. അത് പ്രവർത്തികളുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൻ്റെ ഇന്നലകളിലേക്ക് നോക്കുമ്പോൾ വലിയ പാപത്തിലേക്ക് വീണുപോയ ഒരു ഗതകാല ചരിത്രമൊന്നും നിന്റെ ഇന്നലകളിൽ ഉണ്ടായിട്ടില്ലായിരിക്കാം. ഒരുപക്ഷെ കാര്യമായ പാപത്തിൻ്റെ തട്ടുകേടുകളൊന്നും പറ്റാതെ ദൈവം തൻ്റെ കൃപയിൽ നിന്നെ സംരക്ഷിച്ചിട്ടുണ്ടാവാം. നന്ദിയുള്ളവനായിരിക്കുക. ഒരിക്കലും അഹങ്കരിക്കുവാൻ നിനക്ക് അവകാശമില്ല. മാത്രമല്ല, ഒരുപക്ഷെ മറ്റു ചില വ്യക്തികൾ പാപത്തിൻ്റെതായ പടുകുഴികളിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കാം. ഒരുപാട് പാപത്തിൻ്റെ ചേറുകളിൽ കടന്ന്
ഉരുണ്ട് പൂണ്ടതായ പഴയകാല അനുഭവങ്ങളും ഓർമ്മകളും അവർക്കുണ്ടാവാം. പക്ഷെ മറക്കരുത്, ദൈവം അവരെയും വീണ്ടെടുത്തത്, ദൈവം വീണ്ടെടുത്തത്, ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടെടുത്തത്. ഒരുപക്ഷെ വലിയ പാപത്തിലൊന്നും വീണ് തകർന്നു പോകാതെ നിന്നെ സംരക്ഷിച്ച അതേ കർത്താവ് തന്നെയാ മറ്റു ചില വ്യക്തികളെ ചില പാപത്തിലേക്ക് വീഴുവാൻ വിട്ടുകൊടുക്കുകയും ആ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്തത്. നമുക്കറിയാം, കർത്താവ് തൻ്റെ ഉപമയിൽ മനോഹരമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ആദ്യ മണിക്കൂർ മുതൽ അവസാന മണിക്കൂർ വരെ വന്നവന് ഒരേ ധനാറ പ്രതിഫലമായി കൊടുത്ത കർത്താവിൻ്റെ വ്യതിരക്തമായ നീതി സമവാക്യങ്ങൾ വചനത്തിൽ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, ഒരുപാട് നേരത്തെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ തോട്ടത്തിൽ പണിയെടുക്കുവാൻ തുടങ്ങിയവനും ഏറ്റവും അവസാനം കർത്താവിൻ്റെ ആലയത്തിലേക്ക് വന്ന് ഏറ്റവും അവസാനം കർത്താവിൻ്റെ തോട്ടത്തിൽ പണിയെടുക്കുവാൻ തുടങ്ങിയവനും ഒരേ പ്രതിഫലം നൽകുന്ന കർത്താവ്. കാരണം രണ്ടുപേരെയും വിളിച്ചത് ഒരുപക്ഷെ രണ്ട് രീതിയിലായിരിക്കാം, രണ്ട് സാഹചര്യത്തിലായിരിക്കാം, രണ്ട് തലത്തിലായിരിക്കാം, രണ്ട് തരത്തിലായിരിക്കാം. രണ്ടുപേരെയും വിളിച്ചത് കർത്താവ, അവിടുത്തെ കരുണയെ. അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകം വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ആത്മീയ സത്യമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൻ്റെ 33-ാമത്തെ അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാല പെറുക്കുന്നവനെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം ആരായുന്ന എല്ലാവർക്കും വേണ്ടിയാ ഞാൻ അധ്വാനിച്ചത്. സ്നേഹമുള്ള സഹോദരരെ, വചനം പറയുക, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. ഒടുവില. എനിക്ക് മുമ്പേ പലരും ഉണർന്നിരുന്നു, എനിക്ക് മുമ്പേ പലരും അധ്വാനിക്കാൻ തുടങ്ങിയായിരുന്നു, എനിക്ക് മുമ്പേ പലരും നാണയങ്ങൾ സ്വരുക്കൂട്ടിയായിരുന്നു, എനിക്ക് മുമ്പേ പലരും സമ്പന്നതകൾ സ്വരുക്കൂട്ടിയായിരുന്നു. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാല വെറുക്കുന്നവരെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ഞാൻ ചക്കു നിറച്ചു. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തന്നെ വചനം പറഞ്ഞു തരികയ, നീ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തിപ്പോയിട്ടുണ്ടാവാം, ഒരുപാട് കാലം നിനക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം, നീ ഒരുപാട് താമസിച്ചു പോയി നീ ചിന്തിക്കുന്നുണ്ടാവാം. നിന്നേക്കാൾ ഏറെ ആത്മീയ സമ്പന്നതകൾ സ്വരുക്കൂട്ടിയവർ ഇടയിലേക്കായിരിക്കാം നീ വന്നിരിക്കുന്നത്. പക്ഷെ നിനക്ക് അപമാനത്തിന് കാരണമില്ല, നിനക്ക് നഷ്ടബോധത്തിന് കാരണമില്ല. കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം നീ മുൻപന്തിയിലെത്തും. സ്നേഹമുള്ളവര്, ഒരു നിമിഷം 1000 വർഷം പോലെയും 1000 വർഷം ഒരു ദിനമോ ഒരു നിമിഷമോ പോലെയും ആയ, ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായ ഒരു ദൈവത്തിൻ്റെ കരുണയുടെയും കൃപയുടെയും അപരിമയമായ അനുഭവത്തിൻ്റെ മുമ്പിലേക്കാ നീ കടന്നു വരുന്നത് എന്ന് നീ മറക്കരുത്. സ്നേഹമുള്ളവരെ, മാനുഷികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് ദൈവത്തിന് ദൈവികമായ ദൈവത്തിൻ്റെതായ ചില കണക്കുകൂട്ടലുകളുമുണ്ട്. അവിടെ ഒന്നും പുതിയതല്ല, ഒന്നും പഴയതല്ല, ഒന്നും പരാജയപ്പെട്ടതല്ല, ഒന്നും വിജയിച്ചതല്ല. നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതെ സൂക്ഷിക്കട്ടെ, വീണ് കിടക്കുന്നവൻ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കട്ടെ. നീ നിൽക്കുന്നെങ്കിലും വീഴുന്നെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിലാണ് എന്ന പൗലോസപ്പസ്തോലൻ്റെ വാക്കുകൾ നമുക്ക് മറക്കാതിരിക്കാം. നിൽക്കുന്നവൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിലാണ്, വീഴുന്നവൻ വീഴുന്നതും ദൈവത്തിൻ്റെ മുമ്പിലാണ്. വീഴുന്നവനെ ഉയർത്തുവാനും നിൽക്കുന്നവനെ നിലനിർത്തുവാനും ദൈവത്തിൻ്റെ കരുണയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വചനം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരികയും എഫെസോസ് ലേഖനം 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ, ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന് മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും
നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകുവാനും ഇടയാകട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും ഈശോ മിശിഹായിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ഇവിടെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് ആഗ്രഹിക്കുവാൻ പോലും സാധിക്കുന്നതിലേറെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന്. നമുക്ക് ആഗ്രഹിക്കാൻ പോലും സാധിക്കുന്നതിലേറെ നമുക്ക് ചെയ്തു തരുവാൻ ശക്തിയുള്ള മനസ്സുള്ള ഒരു ദൈവം. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയിൽ നിങ്ങൾ പൂരിതരാകുവാനും ഇടയാകട്ടെ. ഇവിടെ വ്യക്തമായിട്ട് വചനം പറഞ്ഞു തരുന്ന ഒരു സംഗതിയുണ്ട്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പൂർണ്ണത നമുക്ക് അവകാശപ്പെട്ടത് ദൈവത്തിൻ്റെ അപരിമേയമായ കൃപയാലും ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയാലും ദൈവത്തിൻ്റെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്ന് പറഞ്ഞാൽ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ ദൈവത്തിന് സാധിക്കും. പലപ്പോഴും നാം നമ്മുടെ മാനുഷികമായ പരിമിതമായ വിശ്വാസത്തിൻ്റെയും അറിവിൻ്റെയും അനുഭവങ്ങളുടെയും ഓർമ്മകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നാം പലപ്പോഴും ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിയാൽ മതിയെന്ന്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ച് മുന്നോട്ട് പോയാൽ മതിയെന്ന പലപ്പോഴും നാം ചിന്തിക്കുന്നത്. പക്ഷെ സ്നേഹമുള്ള സഹോദരരെ, വചനം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാ, ദൈവത്തിൻ്റെ കരുണയ്ക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിന് പരിധിയില്ല. ദൈവത്തിൻ്റെ കരുണയ്ക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിന് പരിമിതിയില്ല. ദൈവം സർവശക്തനാ, ദൈവം കരുണയുള്ളവനാ, ദൈവം സ്നേഹനിധിയ, സ്നേഹസമ്പന്നന, ദൈവം കൃപാനിധിയ. അവിടുത്തെ കരുണയും സ്നേഹവും നിനക്ക് വിചാരിക്കാവുന്നതിലും നിനക്ക് ചിന്തിക്കാവുന്നതിലും നിനക്ക് ആഗ്രഹിക്കാവുന്നതിലും അധികമായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഇത് നീ വിശ്വസിക്കണം, ഇത് നീ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ പഴയകാല ജീവിതത്തിലെ മുറിപ്പെട്ടതായ ചില അവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കും, ആ കാര്യത്തിലൊന്നും മാറ്റം വരാൻ പോകുന്നില്ല, ആ മേഖലകളൊന്നും മാറ്റം വരാൻ പോകുന്നില്ല, വല്ലപ്പോഴുമൊക്കെ ഞാൻ വീണ് പോകുക തന്നെ ചെയ്യും, വല്ലപ്പോഴുമൊക്കെ ഞാനിങ്ങനെ തപ്പിത്തടയാൻ ഇടവരും. ഇതൊക്കെ വെറും മാനുഷികമായ വിപരീത ബുദ്ധികളാണ്. ഇവയൊക്കെ വെറും മാനുഷികമായ നിരാശ ചിന്തകളാണ്. ഇതൊക്കെ പലപ്പോഴും മാനുഷികമായ ഓർമ്മകളും പൈശാചികമായ പ്രേരണകളും കൊണ്ടുവരുന്ന നിഷേധാത്മക ചിന്തകളാണ്. പക്ഷെ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ കൃപയ്ക്ക് പരിമിതിയില്ല. അവൻ തൻ്റെ സമ്പൂർണതയാൽ നിന്നെ പൂരിതനാക്കും. തൻ്റെ സമ്പൂർണതയാൽ നിന്നെ പൂരിതനാക്കും. നിന്റെ സകല അറിവിനെയും നിന്റെ സകല ഓർമ്മകളെയും അതിശയിക്കുന്ന എന്ന് പറഞ്ഞാൽ, നമ്മുടെ അറിവ് നമ്മുടെ ഓർമ്മകളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ വായിച്ച ഓർമ്മ, ഒരുപക്ഷെ കേട്ട ഓർമ്മ, ഒരുപക്ഷെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നാം അനുഭവിച്ചതായ ചില ഓർമ്മകൾ, ഒരുപക്ഷെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ നാളുകളിൽ അമ്മയുടെ ഉദരത്തിൽ ആയിരുന്ന കാലഘട്ടത്തിൽ അമ്മയിലൂടെ എനിക്ക് ലഭിച്ച ഓർമ്മകൾ ഇന്ന് എൻ്റെ അബോധ മനസ്സിൽ അറിവായി എൻ്റെ ചിന്തകൾക്കും എൻ്റെ വാക്കുകൾക്കും എൻ്റെ ബോധ്യങ്ങൾക്കും എൻ്റെ പ്രവർത്തികൾക്കും ഉപോത്ബലകമായി മാറുന്നുണ്ട്.
അതല്ലെങ്കിൽ എൻ്റെ ഓർമ്മകൾ എൻ്റെ പ്രത്യക്ഷമായ ബോധമനസ്സിൻ്റെ ഓർമ്മകൾ രൂപപ്പെടുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഇളം പ്രായത്തിൽ എനിക്കുണ്ടായതായ അനുഭവങ്ങളും ഞാൻ കേട്ടതായ കാര്യങ്ങളുമൊക്കെ ഞാൻ കണ്ടതായ കാര്യങ്ങളുമൊക്കെ എൻ്റെ അറിവിൻ്റെയും എൻ്റെ ബോധ്യത്തിൻ്റെയും എൻ്റെ കാഴ്ചപ്പാടുകളുടെയും കാരണമായി കിടപ്പുണ്ട്. ചിലപ്പോഴെങ്കിലും എൻ്റെ വളർച്ചയുടെ നാളുകളിലും എൻ്റെ ബോധമനസ്സിൻ്റെ കാലങ്ങളിലൊക്കെ ഞാൻ വായിച്ചതും ഞാൻ കണ്ടതും ഞാൻ കേട്ടതും അറിഞ്ഞതുമൊക്കെയായ കാര്യങ്ങൾ. പക്ഷെ സ്നേഹമുള്ളവരെ, ഈ മേഖലകളിലും മാറ്റം വരുത്തുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് വചനം വ്യക്തമായിട്ട് പറഞ്ഞു തരികയും അതാണ് നാം വായിക്കുന്നത്. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തും. നിന്റെ ആന്തരിക മനുഷ്യൻ എന്ന് പറയുന്നത് നിന്റെ അബോധ മനസ്സിലുള്ള വ്യക്തിത്വം. നിന്റെ 5, 6, 7 വയസ്സിന് ശേഷമുള്ള നിന്റെ അറിവും നിന്റെ വായനയും നിന്റെ പഠനവും നിന്റെ കാഴ്ചകളും നിന്റെ കേൾവികളും ഒക്കെയേ നിന്റെ ബോധമനസ്സിൻ്റെ ബാഹ്യ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ളായിരിക്കാം. പക്ഷെ അത് മാത്രമല്ല നിന്റെ കാഴ്ചപ്പാടുകളെയും ബോധ്യങ്ങളെയും ചിന്തകളെയും ഇന്നത്തെ നിന്റെ പ്രവർത്തികളെയും നിന്റെ പെരുമാറ്റങ്ങളെയും നിർണയിക്കുന്നത് നിന്റെ ആന്തരിക മനുഷ്യനാണ്. ഈ ആന്തരിക മനുഷ്യൻ എന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തിലായിരുന്ന ആ കാലഘട്ടവും നിന്റെ ഇളം പ്രായങ്ങളുമൊക്കെയാണ്. അതൊക്കെയാണ് നിന്റെ അബോധ മനസ്സിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് നിന്റെ ആന്തരിക വ്യക്തിത്വം എന്ന് പറയുന്നത്. ഈ ആന്തരിക മനുഷ്യനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തണമെന്ന് വചനം പറയുകയാണ്. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് അതിൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് അപ്പസ്തോലൻ പറയുകയാണ്. ഓർക്കണം, ഇത് അപ്പസ്തോലൻ്റെ വിശ്വാസമാണ്. അപ്പസ്തോലൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ. സ്നേഹമുള്ളവരെ, ആദിമസഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ പ്രാർത്ഥനയായിരുന്നു. ആദിമസഭയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവരുടെ വിശ്വാസമായിരുന്നു. അപ്പസ്തോലൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പസ്തോലൻ്റെ വിശ്വാസത്തിൻ്റെ അന്തസത്തയായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം എന്താണോ ചെയ്യുക അത് അപ്പസ്തോലൻ വിശ്വസിച്ചു, അപ്പസ്തോലൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, തൻ്റെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പസ്തോലൻ പ്രാർത്ഥിച്ചത്, ചെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം, ഈ ദൈവം തൻ്റെ ആത്മാവിലൂടെ എൻ്റെയും ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തും. ബലഹീനമെന്ന് ഞാൻ ചിന്തിക്കുന്ന എൻ്റെ മനസ്സിൻ്റെ തലങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തും. മുറിപ്പെട്ടത് എന്ന് ഞാൻ വിചാരിക്കുന്ന എൻ്റെ വ്യക്തിത്വത്തിൻ്റെ തലങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തും. അശുദ്ധമെന്ന് ഞാൻ ചിന്തിക്കുന്ന എൻ്റെ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും തലങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കും. അങ്ങനെ വിശുദ്ധിയുള്ള ശക്തിയുള്ള വ്യക്തികളായി നാം മാറും. അതുകൊണ്ട് വചനം പറയുന്നുണ്ടല്ലോ, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിൽ, സമറിയായിൽ, യൂദയ മുഴുവനിൽ, ലോകത്തിൻ്റെ അതിരുകൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. ഈശോ പറഞ്ഞ കാര്യമാണ്, ഈശോ വാഗ്ദാനം ചെയ്ത കാര്യമാണ്. ഈശോ തൻ്റെ അപ്പസ്തോലന്മാരോട് വാഗ്ദാനം ചെയ്ത് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷവും ഭയചകിതരായി അടച്ചിട്ട മുറിയിൽ ഒളിച്ചിരുന്ന അപ്പസ്തോലന്മാരോട് ഈശോ പറഞ്ഞ കാര്യമാണ്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ പരിശുദ്ധാത്മാവ് ഭയചകിതരായ അപ്പസ്തോലന്മാരെ ധൈര്യപ്പെടുത്തിയതുപോലെ, അവരുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തിയതുപോലെ,
ആയിരങ്ങളുടെ മുമ്പിൽ ഈശോയുടെ സാക്ഷിയായി മാറുവാൻ അവരെ പ്രാപ്തരാക്കിയതുപോലെ കൊല്ലുവാൻ വേണ്ടി വരുന്ന ശത്രുക്കളുടെ മുമ്പിലും ഈശോയുടെ വചനം പറഞ്ഞുകൊണ്ട് മരിക്കുവാൻ അവരെ പ്രാപ്തിയുള്ളവരാക്കി മാറ്റിയതുപോലെ ഈ കാലഘട്ടത്തിലും പ്രലോഭനങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും സഹനങ്ങളുടെയും ഒക്കെ മുമ്പിൽ ഈശോയുടെ സാക്ഷിയായി തീർന്നുകൊണ്ട് പാപത്തോട് വിട പറയുവാൻ, വിശുദ്ധിയുടെ ഉദാഹരണങ്ങളായി മാറുവാൻ, പ്രാർത്ഥനയുടെ വ്യക്തികളായി മാറുവാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തും. നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തും. നമ്മുടെ ബലഹീനതകളുള്ള ആസക്തികളുള്ള വീഴ്ചകൾക്ക് സാധ്യതകളുള്ള പരിമിതികളുള്ള നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തും. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നാം വേരുപാകപ്പെടും. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നാം വേരുപാകപ്പെടും. ഈ വേരില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം എത്ര വലിയ വൃക്ഷമാണ് എങ്കിലും കാറ്റടിക്കുമ്പോൾ, പ്രലോഭനങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വീണു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്നേഹത്തിൽ വേരുപാകപ്പെടണം. ഏത് സ്നേഹം? ദൈവത്തിൻ്റെ സ്നേഹം തന്നെയായ പരിശുദ്ധാത്മാവാകുന്ന സ്നേഹം. ആ ദൈവത്തിൻ്റെ സ്നേഹം തന്നെയായ പരിശുദ്ധാത്മാവാകുന്ന സ്നേഹത്തിൽ നാം വേരുപാകപ്പെടുമ്പോൾ നാം അടിയുറയ്ക്കും. അങ്ങനെ ഒരു പരീക്ഷണത്തിനും ഒരു പ്രതിസന്ധിക്കും ഒരു സമ്മർദ്ദത്തിനും ഉലയ്ക്കുവാനോ തകർക്കുവാനോ സാധിക്കാത്ത ആത്മീയ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറും. അതാണ് നാം വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ. എത്ര മനോഹരമായിട്ടാണ് ഈശോ ഈ ആത്മീയ സത്യം നമുക്ക് പറഞ്ഞു തരുന്നത്. ദൈവവചനമാകുന്ന അടിത്തറമേൽ പണിയപ്പെടുന്ന, കർത്താവിൻ്റെ കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ എപ്രകാരമുള്ളവരാണ് എന്ന് ഞാൻ വ്യക്തമാക്കി തരാം എന്ന് ഈശോ പറയുകയും, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനുടെ സദൃശനാണ് അവൻ. വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ ആ വീടിനെ ഇളക്കുവാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നു. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനമിട്ട് ദൈവത്തിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തപ്പെട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വേരുപാകി ആ ദൈവത്തിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവ് ആന്തരിക മനുഷ്യനെ സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പക്വതയുള്ള ആത്മീയ വ്യക്തിത്വങ്ങളായി മാറുവാൻ നമുക്ക് സാധിക്കും. അതല്ല, അങ്ങനെ ദൈവത്തിൻ്റെ പരിപൂർണതയാൽ നാം പൂരിതരാക്കപ്പെടും. ദൈവത്തിൻ്റെ സ്നേഹത്താൽ നാം അഭിഷേകം ചെയ്യപ്പെടും. അങ്ങനെ പരിമിതിയില്ലാത്ത ദൈവത്തിൻ്റെ കൃപ രക്ഷയിലേക്ക് നമ്മെ നയിക്കും. ആ കൃപ നമ്മുടെ രക്ഷയുടെ കാരണമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയായ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവ്, രക്ഷയുടെ അച്ചാരമായ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ കൃപ. ദൈവം നമുക്ക് ദാനമായി നൽകുന്ന ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ രക്ഷയുടെ പ്രത്യാശയെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് വിശ്വസിക്കാം. ആ കൃപയായ പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാം. ആ കൃപയാൽ രക്ഷയുടെ ജീവനം നയിക്കുന്ന ഈശോയുടെ ദൈവത്തിൻ്റെ പരിപൂർണതയാൽ പൂരിതരാക്കപ്പെട്ട സ്ഥിരതയുള്ള ജീവനം നയിക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാം. അതിനു വേണ്ട കൃപ ദൈവം നമുക്ക് നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.